അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിലെ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു സംഭവം പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നുവല്ലോ. ഹിജറയുടെ വേളയിൽ ഇരുവരും സൗർ ഗുഹയിൽ അഭയം തേടിയപ്പോൾ ശത്രുക്കൾ ഗുഹാമുഖത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറന. അവരിൽ ഒരാൾ തൻ്റെ കാലിന് താഴേക്ക് നോക്കിയാൽ നമ്മെ കാണും. എന്നാൽ സ്വന്തം ജീവനെക്കുറിച്ചുള്ള ഭയമല്ലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് കേവലം ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല പ്രിയമുള്ളവരെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ഒരു പാഠമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് നമ്മുടെ ബന്ധത്തിൻ്റെ ആഴമാണ് പഠിപ്പിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തെക്കാളും സ്വന്തം താല്പര്യത്തെക്കാളും മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അതാണ് വിശ്വാസിയുടെ അടയാളം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വ അന ഔലൻ നാസി ബിഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും ഒരു സത്യവിശ്വാസിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് കൂടി നിങ്ങൾ പാരായണം ചെയ്യുക. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും ബന്ധപ്പെട്ടവരാകുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. നാവിൽ സ്വലാത്തും മദഹും നിറക്കാനും എളുപ്പമാണ്. എന്നാൽ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നു? നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നാം സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് തടസ്സമായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം നാം സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ വാക്കുകളിലും ഇടപാടുകളിലും ഇടപെടലുകളിലും കുടുംബജീവിതത്തിലും സമൂഹ ബന്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക നമ്മൾ കാണിക്കുന്നുണ്ടോ? ഇതാണ് ആത്മപരിശോധനയുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം വെറും വികാരമല്ല, അനുസരണ കൂടിയാണ്. വെറും വാക്കുകളല്ല, ജീവിതത്തിൽ പകർത്തൽ കൂടിയാണ്. വെറും ആഘോഷമല്ല, ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനമൊരുക്കൽ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുകുമുല്ലാഹ്. പറയുക നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ സുന്നത്തിനെ നാം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ സ്വഭാവം കൂടി നാം ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഉമ്മത്തിനോട് നാം കരുണ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അവിടുത്തെ മാതൃകയിലേക്ക് അടുപ്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കളങ്കമില്ലാതെ വളരട്ടെ. നാവിലെ സ്വലാത്ത് നമ്മുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മാതൃകയും വഴികാട്ടിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാവട്ടെ. അല്ലാഹുവേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറയ്ക്കണമേ. അവിടുത്തെ സുന്നത്ത് പിന്തുടരാനും അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഖിയാമത്ത് നാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണമേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ.